നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ പ്ലേ ഓഫ് ഫിക്സർ നിർണയ നറുക്കെടുപ്പിന്നാണല്ലോ. ഇപ്പോൾ UCLൻ്റെ പ്രോബബിലിറ്റി ടു വിൻ ചാമ്പ്യൻസ് ലീഗ് 2025-26 പുറത്തുവിട്ടിട്ടുണ്ട്. നമ്മൾ സ്കോർ 90യുടെ ആ ഒരു പ്രോബബിലിറ്റി നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. ഓരോ ടീമുകൾക്കും എത്രത്തോളമാണ് നിലവിൽ കിരീട സാധ്യതയുള്ളത് എന്നുള്ളതാണ് ഇതിലൂടെ കൃത്യമായിട്ട് പറയുന്നത്. അപ്പോൾ നമ്മളത് പരിശോധിക്കുമ്പോൾ നിലവിൽ ഈ 1% മാത്രം കിരീട സാധ്യതയുള്ള ടീമാണ് ബൊറൂസിയ ഡോർട്ട്മുണ്ട്. അതേസമയം യുവൻറ്റസിനും അതുപോലെ സ്പോർട്ടിങ്ങിനും 1% മാത്രമാണ് കിരീട സാധ്യത കണക്കാക്കിയിരിക്കുന്നത്. എന്നാൽ ന്യൂകാസിൽ യുണൈറ്റഡ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നിന്ന് ടോപ്പ് 8 വരാത്ത ഒരേ ഒരു ടീം ന്യൂകാസിലാണ്. ന്യൂകാസിലിന് 2% വിന്നിംഗ് പ്രോബബിലിറ്റി എങ്കിൽ അത്ലറ്റിക്കോ മാഡ്രിഡിനും 2% കണക്കാക്കിയിരിക്കുന്നത്. എന്നാൽ ഇംഗ്ലീഷ് ക്ലബ്ബ് ടോട്ടൻഹാം ഹോട്ട്സ്പറിന് അതുപോലെ ഇറ്റാലിയൻ ക്ലബ്ബ് ഇന്റർ മിലാന് ഈ 2 ക്ലബ്ബുകൾക്കും 3% കിരീട സാധ്യതയെങ്കിൽ ഇംഗ്ലീഷ് ക്ലബ്ബ് ചെൽസിക്ക് 4% കിരീട സാധ്യത. റയൽ മാഡ്രിഡിന് 7% കിരീട സാധ്യത കണക്കാക്കുമ്പോൾ ലിവർപൂളിന് 8% കിരീട സാധ്യത കണക്കാക്കുന്നു. ഇനി ടോപ്പ് 5 ആണ് കിരീട സാധ്യതയിൽ ആദ്യ 5 സ്ഥാനത്തുള്ളവർ. അതിൽ 5ാമത് വരുന്നത് പാരീസ് സെന്റ് ജർമ്മനാണ്. 10% അവരുടെ കിരീട സാധ്യത കണക്കാക്കിയിരിക്കുന്നതെങ്കിൽ 4ാമത് മാഞ്ചസ്റ്റർ സിറ്റി 11% അവരുടെ കിരീട സാധ്യത കണക്കാക്കിയിരിക്കുന്നത്. 3ാമത് FC ബാഴ്സലോണ വരുന്നു. അവരുടെ കിരീട സാധ്യതയും 11%. 2ാമത് FC ബയൺ മ്യൂണിക്ക് 16% കിരീട സാധ്യത. 1ാമത് ആഴ്സണൽ 19% കിരീട സാധ്യത. അപ്പോൾ ഇതാണ് നിലവിൽ ചാമ്പ്യൻസ് ലീഗിൻ്റെ പ്രോബബിലിറ്റി കണക്കാക്കിയിരിക്കുന്നത്. എല്ലാവരും പറയുന്നത് ആഴ്സണലിന് കിരീട സാധ്യത തന്നെയാണ്. എല്ലാ പ്രോബബിലിറ്റി എടുത്ത് നോക്കിയാലും എല്ലാ പവർ റാങ്കിങ് എടുത്ത് നോക്കിയാലും ഒക്കെ 1 ആഴ്സണൽ, 2 ബയേൺ, 3 ആര് എന്നുള്ളതാണ് സംശയം. 3 ഇവിടെ എന്തായാലും സ്കോർ 90 പറയുന്നു ബാഴ്സയാണെന്ന്. 4 മാഞ്ചസ്റ്റർ സിറ്റി, 5 PSG. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.